ഹായ് എവരിവൺ. അപ്പോൾ ഞങ്ങളുടെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഹംപിയിലേക്ക് ഹംപി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അത് രാത്രി നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഹംപിയിലെത്തും. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഹൊസപ്പേട്ട റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. അവിടെ നിന്ന് നമുക്ക് ബസ് അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചിട്ട് വേണം ഹംപിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഷെയർ ഓട്ടോയാണ് എടുത്തത്. ഒരു പെർ പേഴ്സൺ 20 rupees ആയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത് ന്യൂ ഹംപി എന്നൊരു പ്ലേസിലാണ്. അത് ഹംപിയിലേക്ക് അവിടെ നിന്ന് ഒരു 4 kilometer കൂടിയിട്ട് ധാരാളം ഹോം സ്റ്റേസ് ഈ ന്യൂ ഹംപിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് നടന്നു. ഫ്രഷപ്പ് ആയതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഹംപിയിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വിരൂപാക്ഷ ടെമ്പിളാണ്. പണ്ട് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി. ഹംപിനെ മെയിനായിട്ടുള്ളൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കുന്നത് ആ കാലത്ത് പണി കഴിപ്പിച്ച ബിൽഡിങ്സ് തന്നെയാണ്. അപ്പോൾ ഹംപിയിൽ നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാൻ കഴിയും. അതെല്ലാം തന്നെ ഇപ്പോൾ പൂജകളൊന്നുമില്ല, അതല്ലാതെ ഒരു ടൂറിസ്റ്റ് പ്ലേസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഹംപിയിൽ ഇപ്പോഴും പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ വിരൂപാക്ഷ ടെമ്പിൾ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ആർക്കിടെക്ചർ രീതിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം കാണാനായിട്ട് നല്ല രസമാണ്. ഈ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹംപി ബസാർ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ലഞ്ചിന് ശേഷം ആ ഒരു ഹംപി ബസാറിൽ കൂടെ കുറച്ച് നടന്നു. പണ്ട് കാലത്ത് ഇവിടുത്തെ മാർക്കറ്റായിരുന്നു ഈ ഒരു ഹംപി ബസാർ എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ സാധനങ്ങളും എല്ലാതും വിറ്റിരുന്നത്. ഹംപി ബസാറിൻ്റെ എൻഡിൽ തന്നെയായിട്ട് നമുക്കൊരു നന്ദിയുടെ സ്റ്റാറ്റ്യൂ കാണാൻ പറ്റും. ഒരൊറ്റ പാറയിൽ കൊത്തിയെടുത്തതാണ്. അപ്പോൾ ഈ നന്ദിയുടെ സ്റ്റാറ്റ്യൂയുടെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാതംഗ ഹിൽസിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ ഞങ്ങളത് വൈകുന്നേരമാണ് പോകുന്നത്. അപ്പോൾ നേരെ കുറച്ച് സ്റ്റെപ്സ് കയറി കുറച്ച് നടന്ന് നമുക്ക് അച്യുതാരായ ടെമ്പിളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ അച്യുതേവരായ എന്ന് പറഞ്ഞ പഴയ കാലത്ത് ഹംപി ഭരിച്ചിരുന്നൊരു രാജാവ് നിർമ്മിച്ച ക്ഷേത്രമാണത്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രം രാജാവിൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും അവിടെ വിഗ്രഹങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും.
അച്യുതാരായ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇത് അച്യുതാരായ ബസാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയും പണ്ട് കാലത്തെ സാധനങ്ങളൊക്കെ വെച്ച് വിറ്റിരുന്നൊരു മാർക്കറ്റായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വിജയ് വിഠാല ടെമ്പിളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നടക്കുന്ന വഴിയും നമുക്ക് ഒരുപാട് ടെമ്പിൾസും ഒരുപാട് പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളെല്ലാം ഒന്നും കവർ ചെയ്തില്ല. അതൊക്കെ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേണം. ഇതൊരു സുഗ്രീവൻ്റെ കേവ് എന്നാണ്. അതായത് സീതയുടെ ആഭരണങ്ങൾ രാമനെ സുഗ്രീവൻ കാണിച്ചു കൊടുത്തത് ഈ ഒരു കേവിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കാൽപ്പാടുകളും രാമൻ്റെയും സുഗ്രീവൻ്റെയും ഒക്കെ കാൽപ്പാടുകളുണ്ട്. അതുപോലെ പുരാണത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നടന്നു പോകുന്ന വഴിക്കുണ്ട്. അപ്പം എല്ലാം ഒന്നും അങ്ങനെ കവർ ചെയ്യുന്നില്ല. പിന്നെ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്കൊരു വിഷ് ട്രീ കാണാൻ സാധിക്കും. ഇത് പണ്ട് കാലത്ത് ഹംപിയിലെ ജനങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു ട്രീ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ തുണികൾ കെട്ടിയിടാം. അതുപോലെ കല്ലുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നടക്കുന്നതാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു വിശ്വാസം. അപ്പോൾ ഞങ്ങൾ നടക്കുമ്പോഴും ഒരുപാട് പേര് ഇതുപോലെ കെട്ടിയിട്ടും കല്ലുകളൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടായിരുന്നു. കുറച്ചുകൂടി നടക്കുമ്പോൾ നമുക്ക് ചായയും ബജ്ജിയൊക്കെ കിട്ടുന്ന ചെറിയ കടകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചു. അപ്പോൾ ഇവിടെ ഈ കാണുന്ന നദിയാണ് തുംഗഭദ്ര നദി. ഇപ്പോൾ വളരെയധികം ജലനിരപ്പ് കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഹനുമാൻ ജനിച്ച സ്ഥലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ആഞ്ജനേയ ഹില്ലെന്ന് പറയുന്നത്. അപ്പം അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ തുംഗഭദ്രയുടെ അപ്പുറം കടക്കണം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മുന്നിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഹംപിയിൽ സെക്കൻഡ് ടൈമാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഹംപി എന്ന് പറയുന്നത് പണ്ട് സുഗ്രീവനും ബാലിയും ഹനുമാനും ഒക്കെ ഉണ്ടായിരുന്ന അവരുടെ രാജ്യമായിട്ടുള്ള കിഷ്കിന്ധയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വിജയ് വിഠാല ടെമ്പിളിലെത്തി. ഇത് വളരെ നല്ല ഭംഗിയുള്ളൊരു പ്രൗഢഗംഭീരമായൊരു അമ്പലമാണ്. അപ്പോൾ നമ്മുടെ 50 രൂപയുടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു രഥം ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് സെയിം വഴി തിരിച്ച് നടന്നു. അത് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് നമ്മുടെ ഈ തുംഗഭദ്ര നദിയുണ്ട്. അവിടെ ഒരുപാട് പേര് ഇപ്പോൾ ഇറങ്ങി കുളിക്കുന്നുണ്ട്. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളും കുറച്ച് സമയം അവിടെ ഇറങ്ങി സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ എന്താ പറയുക, അധികം വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ഇറങ്ങി കളിക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. അവിടെ നിന്ന് തന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ടൈപ്പ് കുരങ്ങന്മാരല്ല, കുറച്ചൊരു വെറൈറ്റി ടൈപ്പിലുള്ള കുരങ്ങന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കൊട്ടവഞ്ചിയിൽ റൈഡൊക്കെ നടത്താം. നമ്മൾ പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിനൊന്നും പോകുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാതങ്കി ഹിൽസാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നടന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ആ നദിയുടെ ഫ്രണ്ടിലെത്തി. അപ്പം അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാതങ്കി ഹിൽസിലേക്കുള്ള എൻട്രൻസ് കാണാൻ പറ്റും. അപ്പോൾ നല്ല എന്താ പറയുക, എളുപ്പമുള്ളൊരു കയറ്റമായിരുന്നില്ല. കാരണം സ്റ്റെപ്സൊന്നും അങ്ങനെ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റെപ്സൊന്നും ആയിരുന്നില്ല കയറാനായിട്ട്. എന്നാലും കയറി ഞങ്ങൾ അവിടെ നിന്ന് ഒരു സൺസെറ്റൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹംപി ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു അത്.
സൺസെറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ മാതങ്കി ഹിൽസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വിരൂപാക്ഷ ടെമ്പിളിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ഷോപ്പിംഗ് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മളൊരു 2 വീലർ റെൻറ്റിനെടുത്തു. പിന്നെ ഡിന്നറിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡേ 1 ഹംപി കാഴ്ചകൾ. അപ്പോൾ ഒരു ഡേ 2 അടുത്തൊരു വീഡിയോ ആയിട്ടിടാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് വരേക്കും ബൈ ബൈ.